മുസ്ലിയാരുടെ പുതിയൊരു റിയാക്റ്റിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി വരെ ആകാൻ സാധ്യതയുള്ള വലിയ പണ്ഡിതനാണെന്ന് സ്വയമേ പൊക്കിപ്പറയുന്ന നമ്മുടെ മൻസൂർ മണ്ണാർക്കാടിൻ്റെ ഒരു റിയാക്റ്റിംഗ് വീഡിയോ ആണ്. അദ്ദേഹം ഈ അടുത്ത് നമ്മുടെ ആറ്റക്കോയ തങ്ങളെ വല്ലാതെ വിമർശിക്കുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഒരാളെ വിമർശിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഒരു കള്ളുകുടിയൻ മറ്റൊരു കള്ളുകുടിയനെ വിമർശിക്കുന്നത് പോലെ നമ്മൾ പൊതുവേ നമ്മളെന്താണ് സർവ്വസാധാരണമായി പറയുന്ന ഒരു ചെറിയൊരു ഉദാഹരണമുണ്ട്. ഒരു കാലിൽ മന്തുള്ളവനെ രണ്ട് കാലിൽ മന്തുള്ളവൻ കളിയാക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് നമ്മുടെ ആറ്റക്കോയ തങ്ങളെ വിമർശിക്കുന്നു. എന്താ വിമർശിക്കുന്നത്? ആറ്റക്കോയ തങ്ങൾക്ക് ആരോ അറബിയിലുള്ളത് മലയാളത്തിൽ എഴുതി കൊടുത്ത് അങ്ങനെ ആറ്റക്കോയ തങ്ങൾക്കത് വായിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ആൾ പറയുന്നത്. അതിന് ആറ്റക്കോയ തങ്ങൾ എല്ലാ സദസ്സുകളിലും മിക്ക വീഡിയോകളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വലിയ പണ്ഡിതനോ വലിയ അറിവുള്ള ആളോ അല്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, അല്പ ദിവസങ്ങളായിട്ട് നമുക്ക് പുതിയ വീഡിയോകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഒരു സഹോദരൻ അയച്ചു തന്നപ്പോൾ 5-8 ദിവസം മുമ്പ് ചെയ്ത വീഡിയോ ആണ്. ഒരു മുസ്ലിയാർ ഇരുന്നു കൊണ്ട് ആറ്റക്കോയ എന്ന് പറയുന്നത് നൂറെ ഹബീബ് ഹാമിദ് ആറ്റക്കോയയെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇന്നോ ഇന്നലെയോ അല്ല ഞാൻ വീഡിയോ ചെയ്യൽ തുടങ്ങിയത്. 3 വർഷത്തോളമായിട്ട് ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന, ഞാൻ ആറ്റക്കോയ തങ്ങൾ എന്നൊക്കെ തന്നെയാണ് പറയാറുള്ളത്. സാധാരണഗതിയിൽ ഈ യൂട്യൂബർമാർ ബ്ലോഗർമാരൊക്കെ ആറ്റക്കോയ എന്നൊക്കെ പറയാറുണ്ട്. എന്തോ നമ്മളെന്തായാലും അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അയാളുടെ ചില വിവരക്കേടുകൾ നമ്മൾ വിമർശിക്കാറുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. അതിന് തലയിലൊരു കെട്ടും കെട്ടിയിട്ട് ഒരു മുസ്ലിയാർ വന്നിട്ട് ന്യായീകരിക്കുകയാണ്. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കുന്നതെങ്കിലും നിരവധി തവണ മൻസൂർ മണ്ണാർക്കാട് എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, തിരൂരിൽ നിന്ന് ഒരു അലിഹസൻ എന്ന വ്യക്തി എനിക്ക് വിളിച്ചിരുന്നു, ആ സാധനം എടുത്തിട്ടാണ് അദ്ദേഹം ഇനി വിമർശിക്കാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു സെൽഫ് ട്രോളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്കും ഇത് മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക. നമുക്ക് എന്താണ് ഈ മൊയ്ലിയാർ പറയുന്നതെന്ന് നോക്കാം. ഇത് ഒരു 1000 ചില്ലാനം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഒരു മുസ്ലിയാരിൽ നിന്ന് പറയുന്ന ഒരു വീഡിയോ ഒരു സഹോദരൻ അയച്ചു തന്നപ്പോൾ കണ്ടു നോക്കിയതാണ്. അപ്പോൾ അതിൽ ഇയാൾ പറയുന്ന വിവരക്കേടുകൾ അതൊന്ന് പുറത്തു കൊണ്ടുവരണം എന്ന് തോന്നി. അതുകൊണ്ടാണ് വീഡിയോ. എന്തായാലും അയാൾ പറയട്ടെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് ശ്രോതാക്കളായ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരത് ക്ഷമിച്ചുകൊള്ളും. മൻസൂർ മണ്ണാർക്കാട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. അതുമാത്രമല്ല, ഒരു മിനിറ്റ്, ഇവിടെ ഹാമിദ് ആറ്റക്കോയ അയാളുടെ മജ്ലിസിലിരുന്നു കൊണ്ട് എന്തൊക്കെയോ മുക്കി മുരണ്ട് വായിക്കുന്നത് കണ്ടപ്പോൾ ആ ഒരു കാര്യത്തിലാണ് വിമർശനമുണ്ടായത്. അതാണിപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിനു മുമ്പേ ഈ മുസ്ലിയാർ പറയുന്നുണ്ട്, ഞാനെന്തോ ഗ്രാൻഡ് മുഫ്തിയാണ്, വലിയ പണ്ഡിതനാണ് എന്ന. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല മൊയ്ലിയാരെ. നിങ്ങളെപ്പോലെ വേഷവിധാനങ്ങളോടെ വേഷപ്രച്ഛന്നനായിക്കൊണ്ട് നാട്ടുകാരുടെ ചോറും തിന്ന് പൈസയും വാങ്ങി നടക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ പൊന്നാര ആറ്റക്കോയ ഉണ്ടല്ലോ, അയാൾക്ക് പണി അതാണ്. നാട്ടുകാരെ പൈസ വാങ്ങി ഇങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് ഒന്നും സ്വീകരിക്കുന്ന ആളല്ല. നിങ്ങളും ഈ ആറ്റപ്പൂക്കോയൊക്കെ ആത്മീയ ചൂഷണം നടത്തുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. പറ. ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ട സമയത്തൊക്കെ അതൊക്കെ എന്താണ് ഉപദേശിച്ച് നിർദ്ദേശിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. കുറേ പണ്ഡിതന്മാർ പിന്നിലുണ്ട് എന്നാണ് പറഞ്ഞത്. തലയിലൊരു കെട്ടും കെട്ടിയിട്ട് വെള്ള കുപ്പായിട്ടിട്ട് വന്നിരുന്നാൽ പണ്ഡിതനാവൂല. അങ്ങനെയല്ല പണ്ഡിതൻ. അതല്ല പണ്ഡിതൻ. അപ്പം നിങ്ങളുടെ വിചാരം നിങ്ങളൊരു തലയിൽ കെട്ട് കെട്ടി എന്ന് പറഞ്ഞിട്ട് പണ്ഡിതനാണെന്നാ. താങ്കളുടെ പാണ്ഡിത്യം, താങ്കളുടെ സംസാരത്തിൽ നിന്ന് നമ്മളിവിടെ
വ്യക്തമായിട്ട് പുറത്ത് കാണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇയാൾ പച്ചക്കളവ് പറയുന്നുണ്ട്. സഹോദരന്മാരെ, ബാക്കിയുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇയാൾ പറയുന്ന പച്ചക്കളവുകൾ നമുക്കിതിൽ തന്നെ പൊളിച്ച് കൈ കൊടുക്കാം. എന്നാൽ ഈ പറയുന്ന മൻസൂർ മണ്ണാർക്കാടിൻ്റെ അവസ്ഥയൊന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ? നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു വീഡിയോ. മൻസൂർ മണ്ണാർക്കാടിനെ അലി എന്ന് പറയുന്ന ഒരാൾ ഫോൺ കോൾ ചെയ്യുന്നുണ്ട്. അലി ഇതേ മൻസൂർ പറയുന്നത് അലി നിസാമി എന്ന് പറഞ്ഞൊരു മുസ്ലിയാരാണ് എന്ന് പറയുന്നു. അള്ളാഹു ആലം എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരൊരു ആരോപണം നടത്തിയിട്ടുണ്ട്. എന്താണ്? അലി ഹസൻ നിസാമി അല്ലെങ്കിൽ ഒരു മുസ്ലിയാരാണെന്ന് മൻസൂർ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ ഫോൺ ചെയ്ത തിരൂരിൽ നിന്ന് വിളിച്ച ഒരു അലി ഹസൻ എന്ന ആളാണ്. മുസ്ലിയാരെ, ഞാനിപ്പോൾ എൻ്റെ നമ്പറിൽ നിന്ന്, സാധാരണ ഉപയോഗിക്കുന്ന നമ്പറിൽ നിന്ന് ആർക്ക് വിളിച്ചാലും മൻസൂർ മണ്ണാർക്കാട് എന്നാണ് ട്രൂ കോളറിൽ കാണിക്കുക. അത് കോൾ ആപ്പിലാണെങ്കിലും അങ്ങനെയാണ് കാണിക്കുക. എനിക്കിങ്ങോട്ട് വന്ന കോളിൽ അലി ഹസൻ നിസാമി എന്നായിരുന്നു. അദ്ദേഹം എന്നോട് പരിചയപ്പെടുത്തിയത് അലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ പിന്നീട് ആ വീഡിയോയിൽ തന്നെ, താങ്കൾ പുറത്തിട്ട വീഡിയോയിൽ അതിൽ തന്നെ പറയുന്നുണ്ട്, താങ്കൾ അലി ഹസൻ നിസാമി അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. അത് ഞാനാണോ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്? അയാളുടെ പേരതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അയാൾ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല, വലിയ കള്ളങ്ങൾ വരുന്നുണ്ട്. പറയട്ടെ. എനിക്കറിയില്ല. ഏതായാലും അലി എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനോട് ഈ അത്ഭുതകരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അങ്ങനെ ചോദിച്ചപ്പോൾ മൻസൂർ മണ്ണാർക്കാട് ഇങ്ങനെ ബബ്ബ അടിക്കുന്നുണ്ട്. കിടന്ന് ഉരുളുക എന്നൊക്കെ പറയില്ലേ, എന്നതുപോലെ കിടന്ന് ഉരുളുന്ന ഒരു രംഗം ആ വോയിസിൽ നമുക്ക് കേൾക്കാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനലിൽ പുറത്തു വിട്ട വീഡിയോ ആണ് അദ്ദേഹം എടുത്തിട്ട് ഞാൻ ബബ്ബ അടിക്കുന്നു എന്ന് പറഞ്ഞത്. ഇത് മറ്റൊരു കളവാണ്. അവിടെ ബബ്ബ അടിക്കുന്നുണ്ടെങ്കിൽ അതല്ലേ കാണിക്കണ്ടേ? അത് കാണിച്ചിട്ടില്ല. എന്നിട്ട് പറയുകയാണ് ബബ്ബ എന്നൊക്കെ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അയാൾ കാണിച്ചു തരട്ടെ, നമുക്ക് കാണാം. എന്താണ് അതിൽ എനിക്ക് സംഭവിച്ച ബബ്ബ എന്നുള്ളത് അയാൾ പറഞ്ഞു തരണം. അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. മൻസൂർ മണ്ണാർക്കാട് എന്നാണല്ലേ? അതെ. അത് പിന്നെ നിങ്ങളെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണത്, നമ്മളെ ഖുർആനിൽ ഒരുപാട് അത്ഭുത സിദ്ധികൾ പറയുന്നുണ്ടല്ലോ. ഉദാഹരണം, ആദം നബീനെ അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കി. അത് നമ്മള് എങ്ങനെ അള്ളാഹു ഇറക്കിയത്? അതേപോലെ ഈസാ നബീനെ ആകാശത്തേക്ക് അള്ളാഹു ഉയർത്തി. ഇത് എങ്ങനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയത്? അതേപോലെ ഉറുമ്പുകൾ സംസാരിച്ചു. ഇങ്ങനെ നിങ്ങളിപ്പോ ഒരുപാട് കറാമത്തുകളൊക്കെ ഇങ്ങനെ നിഷേധിക്കുന്ന ഒരാളാണല്ലോ, അത് പരിഹസിക്കുന്ന ഒരാള്. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോ നമ്മളിപ്പോ ഖുർആനിൽ നമ്മൾ 100% നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളത് വിശ്വസിക്കുന്നു. അതെ. അപ്പൊ ഈ ഖുർആനിലാണ് എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ഇങ്ങനെ ഒരുപാട് കറാമത്തുകള്, എന്തെല്ലാം ഖുർആനിലെ കറാമത്തുകൾ നമ്മൾ തീരെ വിശ്വസിക്കും. ഇപ്പൊ ഉദാഹരണം, മൂസാ നബി അങ്ങോട്ട് മാറുമ്പോ പിന്നെ കടല് വടികൊണ്ട് അടിച്ചു, അങ്ങോട്ട് പോയി, ബാക്കിയുള്ള രക്ഷിച്ചു. ഇപ്പൊ നമ്മള് ഖുർആനിൽ വിശ്വസിക്കുന്നോണ്ട്, അല്ലെങ്കിൽ നമ്മളെ അള്ളാഹിനെ വിശ്വസിക്കുന്നോണ്ടല്ല ഇപ്പൊ നമ്മളെ വിശ്വസിക്കുന്നത്. അതെ അതെ. അപ്പൊ ഇതിപ്പോ നമ്മള് മനുഷ്യന്മാരോട് പറയുമ്പോ ഇപ്പൊ വേറെ അത് വിശ്വസിക്കാത്ത ആളുകളോട് പറയുമ്പോ ഇതിപ്പോ അവര് വിശ്വസിക്കോ? ഒരു വടി കൊണ്ട് അടിച്ചപ്പോ വലിയ കടല് പിന്നെ 2 ഭാഗത്തേക്ക് വിളർന്നു, കുറച്ചാൾക്കാര് രക്ഷപ്പെട്ട്, കുറച്ചാൾക്കാര് പിന്നോട്ടായി. ഇങ്ങനെ നിങ്ങള് ആദ്യം നിഷേധിക്കുകയാണെങ്കിൽ നമ്മള് ശരിക്കും നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങള് ഖുർആൻ തന്നെ നിങ്ങൾ തള്ളു ഈ കൊലത്ത് പോയാല് അങ്ങനെ സംഭവിക്കാനും സാധ്യത ഉണ്ട് അല്ലേ? അതിപ്പോ നിങ്ങളെ പേര്? എന്റെ പേര് അലീന. അലി. അലി. നിങ്ങളെ എവിടുന്ന വിളിക്കണു? ഞാൻ ഇവിടെ തിരൂര്. അലി ചോദിച്ചതിപ്പോ പിന്നെ ചിന്താവഹമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോ നിങ്ങളിപ്പോ പറഞ്ഞത് സാമ്പിള് പറഞ്ഞു. അതെ, നിങ്ങൾ പറഞ്ഞപ്പോ സാമ്പിള് എന്നുള്ളത് ഇപ്പോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറക്കിയത്, സ്വർഗലോകത്ത്, ആകാശത്ത് നിന്ന് പിന്നെ സ്വർഗലോകത്തേക്കും സ്വർഗത്തു നിന്ന് പിന്നെ ഭൂമിയിലേക്കും ഇറക്കിയതും, അതേപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ
ആകാശത്തേക്ക് ഉയർത്തിയതും ഒക്കെ കറാമത്താന്നാ നിങ്ങൾ പറഞ്ഞത്. നമ്മളിപ്പോ അറബിയില് നമ്മൾ എന്ത് ചെയ്യും, മുജിസത്ത് എന്ന് പറയും. അല്ല, അത് മുജിസത്തോ കറാമത്തോ? നിങ്ങൾ നേരത്തെ ഇപ്പൊ പറഞ്ഞത് കറാമത്ത് എന്നാണ്. ആരെ കറാമത്ത്? നമ്മളിപ്പോ എന്ത് പറയാ, അദ്ദേഹം അവിടെ നിക്കച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ എന്തേ പറഞ്ഞത്? ഞാൻ ബബ്ബബ്ബ അടിച്ചു എന്നാ പറഞ്ഞത്. പൊന്നു സഹോദരന്മാരെ, എനിക്ക് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആ ആളെ പരമാവധി സംസാരിപ്പിക്കുക എന്നൊരു ട്രെൻഡാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. ആരും ഇപ്പോൾ വിളിക്കാറില്ല, എല്ലാവർക്കും വിളിക്കേണ്ട പൂതി തീർന്നിട്ടുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ ഇരുന്നിട്ട് ഈ ബബ്ബബ്ബ പറയുന്നതിനേക്കാൾ നല്ലത് ആ നമ്പറിലൊന്ന് വിളിക്കല്ലേ വേണ്ടത്, എന്നിട്ട് എന്നെ പഠിപ്പിച്ചു തരല്ലേ വേണ്ടത്. അതിനുള്ള ധൈര്യവും ആംബിയറും ഇവർക്കില്ല. എന്നിട്ടിരുന്നിട്ട് പച്ചക്കളവ് പറയും. ഇവിടെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. കറാമത്ത് എന്നുള്ളൊരു ശ്രേണിയിലേക്കാണ്. കറാമത്ത് എന്താണെന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇയാൾ പറയുന്ന മറ്റൊരു കളവും ഇവിടെ വരുന്നുണ്ട്. അതിനിടയ്ക്ക് കറാമത്ത് എന്താണെന്ന് വ്യക്തമായിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കറാമത്ത് സംബന്ധമായിട്ട് പറയുമ്പോൾ മുഅ്ജിസത്ത് സംബന്ധമായിക്കൊണ്ടും അള്ളാഹുവിൻ്റെ കൈക്ക് നടക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ, അത് ഇവിടെയുള്ള ഏതെങ്കിലും കോച്ചറായി ഏതെങ്കിലും പീരാന്തന്മാർക്ക് കറാമത്തുണ്ടെന്ന് സ്ഥാപിക്കാനാണ് ഇവർ പറഞ്ഞു വരുന്നത്. എന്നിട്ട് ഇതിലെവിടെയാണ് ഞാൻ ബബ്ബ പഠിച്ചതെന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ഞാൻ ബബ്ബ പറഞ്ഞിരിക്കണമെങ്കിൽ അത് കാണിച്ചു തരാം. ഇനി പറയട്ടെ. അയാൾ ചോദിക്കുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്, ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ CM മടവൂരിൻ്റെ കറാമത്തിനെ എതിർക്കുന്ന ആളാണ്. അതെവിടെ പറഞ്ഞേ? CM മടവൂരിൻ്റെ കറാമത്തിനെ എതിർക്കുന്ന ആളാണെന്ന് ആ കോൾ റെക്കോർഡിൽ എവിടെ പറഞ്ഞിട്ടുള്ളത്? എന്നാൽ ഇവർക്ക് അതാണ് വേണ്ടത്. ഒരു പീരാന്തൻ, അയാൾക്ക് കുറേ കറാമത്തുണ്ട്, അല്ലെങ്കിൽ വേറൊരു പീരാന്തൻ, അയാൾക്ക് കുറേ കറാമത്തുണ്ട്, അയാളുടെ ജാർത്തക്ക് ഇങ്ങനെ പോകണം, അവിടെ പോയിട്ട് ഇങ്ങനെ ചൊല്ലി പറയണം, അവിടെ ഇങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുക്കണം, ഉറൂസിന് പോകണം. ഇതാണ് ഇവരുടെ ആവശ്യം. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഏതെങ്കിലും ഒരു അത്ഭുത പ്രവർത്തനം സമയന വാത്തായനയാണ്. പരിശുദ്ധ ഖുർആന് ഞങ്ങൾ കേട്ടു, അത് അംഗീകരിച്ചു, അനുസരിച്ചു എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധ ഖുർആന് സ്വഹീഹായ ഹദീസ് ഇതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു കാര്യവും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. തെളിയിക്കാം നിങ്ങൾക്ക്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എനിക്ക് വിളിച്ചത് തെളിയിച്ചു തരാം, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരാം. അതിനും ഇവർക്ക് ആംബിയറില്ല, ചാറില്ല. എന്നിട്ട് പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. പറയാം മോലിയരെ. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തിനെ പരസ്യമായി നിങ്ങൾ എതിർക്കുന്നുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പച്ചക്കളവിനെ, ഏതൊക്കെ വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ രീതിയിൽ പാടണ്ടെന്ന് ചില ആളുകൾ പറയാറുണ്ട്. ആ വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിപ്പോർക്ക് വാകൂടാ ഉത്തരം ചെയ്യും ഞാൻ എന്നോ പറയുന്ന പച്ച ഷിർക്കിൻ്റെ വരികളുള്ള ആ പച്ച കളവ്, അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറഞ്ഞതല്ല. അത് നിഷേധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രാത്രി 40 വട്ടം ജനാപത്തുണ്ടാവുകയും ആ 40 തവണയും ഒരുരാ കുളിച്ചോവരെന്ന് ഒരു പണ്ഡിതൻ്റെ പേരിൽ നിങ്ങൾ പച്ചക്കളവ് ആ മഹാനായ വ്യക്തിയെ നിങ്ങൾ ഇകഴ്ത്തുന്നുണ്ട്, മോശക്കാരനാക്കുന്നുണ്ട്, തള്ളുന്നുണ്ടത്. അതുമാത്രമല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുരീദിൻ്റെ മാതാപിതാക്കളുടെ ആ ഒരു കിടപ്പറ കാര്യങ്ങൾ പോലും മുഹിയുദ്ദീൻ ഷെയ്ഖ് കാണുന്നു എന്നുള്ള തരത്തിൽ ഒരു പാട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? ഒരു മുരീദിൻ്റെ ബീജം സങ്കലനം നടക്കുന്നത് അത് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വീഴുമ്പോൾ തന്നെ അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് കണ്ടുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ നുണയാണ് ഈ മൊയ്ലിയാക്കന്മാർ തലേകെട്ടന്മാർ എഴുതി വെച്ചിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നീ കേട്ടോളെ. അതുപോലെ തന്നെ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കടൽ വെള്ളം കോരി കൊടുക്കുമ്പോൾ ആ വെള്ളത്തിന് ഉപ്പില്ല എന്ന് പറഞ്ഞതിന് നിങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. എവിടെയാണ് സംഭവം ഉള്ളത്? നിങ്ങളെ കള്ള മാലിയിലുള്ളത്. പേരോടാണ് ആ സാധനം പറഞ്ഞത്. കയ്യിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കിൽ ചേർക്കുക. പേരോട് പറഞ്ഞ ആ ഒരു മാല പാടിയിട്ടാണ് ഈ സാധനം പറയുന്നത്. ഇത് ഇതര മതവിശ്വാസികൾ പോലും കേൾക്കുന്നുണ്ട്. ഇവിടെ ഭൂമിയിൽ 3/4 ഭാഗവും കടലാണ്. ആ കടൽ വെള്ളത്തിൻ്റെ ഉപ്പ് പോയി കഴിഞ്ഞാൽ അതിലുള്ള ജീവികളെല്ലാം ചത്തൊടുങ്ങും. അത് വിശദീകരിച്ചുകൊണ്ട് പോകുന്നില്ല, ആ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അപ്പം എപ്പോഴാണിത് സംഭവിച്ചത്? എവിടെയാണിത് സംഭവിച്ചത്? മാല പാടിയിട്ട് കാര്യമില്ല. മാല എല്ലാം ഇവിടെ ദലീല്. പറയാം മോലിയരെ. ഇനിയിപ്പോൾ ആരുടെ പറഞ്ഞു നോക്കാം. അങ്ങനെ പല കറാമത്തുകളെയും നിങ്ങൾ വിമർശിക്കുന്നെങ്കിൽ, കറാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മായാവി കഥകളെ ഞാൻ അന്നും വിമർശിച്ചിട്ടുണ്ട്, ഇന്നും വിമർശിക്കുന്നുണ്ട്. ആയുസുണ്ടെങ്കിൽ നാളെയും വിമർശിക്കും. കണ്ടത് കൂട്ടിക്കോളി. പറ.
നിങ്ങൾ വിമർശിക്കേണ്ടത് വിശുദ്ധ ഖുർആനെയല്ലേ? അതെന്തിന്? പരിശുദ്ധ ഖുർആന് എന്ന് പറഞ്ഞാൽ മാലയല്ല, മൗലൂദല്ല. അത് അള്ളാഹുവിൻ്റെ കലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് ലഭിച്ച വരദാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അള്ളാഹു പറഞ്ഞ കാര്യം ഒന്നും ഇവിടെ നിഷേധിക്കൂല. നിങ്ങളേതെങ്കിലും ബട്ടനും പൊട്ടനും പിരാന്തനും കന്നാസും കടലാസും അതിന് കറാമത്തുണ്ട് എന്ന് പറഞ്ഞാൽ പോയറ ചെങ്ങായിമാരെ അവിടെ നിന്ന് പറയും. പറയാം. അതിലാണല്ലോ ഒരുപാട് അത്ഭുത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എൻ്റെ പൊന്നാര ചെങ്ങായിയെ, പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത് അള്ളാഹു പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അതിനെന്താ തെളിവെന്നും ചോദിക്കൂല്ലേ? കുഫറിലേക്കാണ് തൻ്റെയൊക്കെ നടത്തം. മനസ്സിലാക്കിക്കോ. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് സമയന വാത്തവന, ഏതെങ്കിലും വട്ടനും പൊട്ടനും എഴുതിയ മാല വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഈ രണ്ടും ഒന്നാവുന്നത്? ഇത് ചാറും ചോറും ഒന്നാക്കുക? അതെ, അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. പറയച്ച്. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? ബബ്ബബ്ബ അടിച്ച് ലാസ്റ്റ് അലി എന്ന് പറയുന്ന ആള് പറഞ്ഞ ഒരു വാചകത്തിൽ കടിച്ചു തൂങ്ങി. എവിടെ ബബ്ബബ്ബ പറഞ്ഞത്? അയാള് പറഞ്ഞു വന്ന് നേരത്തെ നടന്ന മോചിസത്തിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങൾ പോലും കറാമത്ത് എന്ന വാക്ക് പറഞ്ഞു. അത് പിന്നെന്താ? അതിന്റെ ബാക്കി നമുക്ക് കേൾക്കാം. അവിടെ എന്താണ് ബബ്ബബ്ബ, ആരാണ് ബബ്ബബ്ബ എന്നൊക്കെ കേൾക്കാം. തലയിലൊരു കെട്ടും കെട്ടിയിട്ടുണ്ട് ഇറങ്ങിക്കാണ് പോട്ടന്റെ പണിയെടുക്കാനല്ലേ. പറയ്. അത് കറാമത്ത്, മുഅ്ജിസത്ത്. അതിന് കറാമത്ത് എന്നാ പറയുക? എന്തിനങ്ങനെ വിളിച്ചത്? പ്രവാചകന്മാർക്ക് നടന്ന കാര്യങ്ങള്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടലിലടിച്ചപ്പോൾ കടൽ 2 പാളിയായി. അതിന് കറാമത്ത് എന്ന ചെങ്ങയ്യെ പറയാ. തലയിലത്തെ കെട്ടയച്ച് വെച്ചിട്ട് വല്ല വാർക്ക പണിക്കും പോയിക്ക. ഞാൻ അവിടെ അതേ ചോദിച്ചുള്ളൂ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടികൊണ്ടടിക്കുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് കറാമത്താണോ? മൂസ നബി ഔലിയാണോ? ഏതച്ചങ്ങയിച്ച് അപ്പോ കിട്ടിയ വള്ളി എന്താക്കി? ആളത് കയറാക്കി. അത് വള്ളിയല്ല, കയറല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അനക്ക് പിന്നെ അങ്ങനെയൊക്കെ തോന്നുള്ളൂ. ഹലാല് എന്നുള്ളത് വയറ്റിലേക്ക് എത്തണല്ലോ. ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. കേറാനുള്ള കയർ. അപ്പോഴും കുടുങ്ങി. ആര് കുടുങ്ങി? അപ്പോഴും കുടുങ്ങിയെന്ന് പറഞ്ഞാൽ കറാമത്ത് എന്താണ് എന്ന് മൻസൂർ ആ സാധുവായ മനുഷ്യനോട് ചോദിക്കുന്നു. അപ്പം അദ്ദേഹം അത് വളരെ വ്യക്തമായി അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞു. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. എന്നിട്ട് അയാൾ പറയുന്ന ഡെഫിനിഷൻ അതാണോ എന്ന് ചോദിച്ചപ്പോൾ വ്യക്തമായിക്കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ മോലിയരില്ലേ, ഈ മോലിയർ എല്ലാവരെയും പൊട്ടനാക്കിക്കൊണ്ട് എന്നാ വീഡിയോ കാണിക്കാതെ പറയുക. മൻസൂർ ഇങ്ങനെ തിരുത്തി പറഞ്ഞു. ഇല്ല, അലി ഹസൻ എന്ന് പറയുന്ന ആള് അത് തന്നെയാണ് പറയുന്നത്. അത് വ്യക്തമായി പറയുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഞാൻ തിരുത്തി പറഞ്ഞത് കണ്ടോക്കി സഹോദരന്മാരെ. വ്യക്തമായിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മൊയ്ലിയര് പച്ച നുണയാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഈ പൊട്ടൻ ആര്? നമ്മുടെ മൻസൂർ മണ്ണാർക്കാട് എന്ന പൊട്ടൻ. ഞാൻ ഇതിനിടയ്ക്ക് ഒരു മൂലിയരെ വേട്ടാവളി എന്നൊക്കെ വിളിച്ചു. അപ്പോൾ പല ആളുകളും അത് പോരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. എൻ്റെ തലമത്തെ കെട്ടും എൻ്റെ വെള്ളയൊന്നും എനിക്ക് കയറൂല. ഇനി ഒരു ഭാഗത്തും കൂടി വരുന്നുണ്ട്. അപ്പം എന്നെ എന്താ വിളിക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കാം. അതിനൊരു ഡെഫിനിഷൻ വെച്ചത്, തരീഫ് നിർവചനം വെച്ചത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. ഇവന്റെ വിവരവേ കേട്ട നിസാമി അല്ലേ അലി ഹസൻ? അതെ അതെ. ഇവിടെ മൻസൂർ ആണോ അയാളെ നിസാമിയാക്കിയത്? അലി എന്ന് പറഞ്ഞ വ്യക്തി അലി ഹസൻ ആണെന്നും അലി ഹസൻ നിസാമി ആണെന്നും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അതെ അതെ എന്നല്ലേ പറഞ്ഞത്? ഒന്നുകൂടി കേട്ടോ. നിങ്ങൾ നിസാമി അല്ലേ അലി ഹസൻ? അതെ അതെ. അങ്ങനെ തന്നെയല്ലേ സഹോദരന്മാരെ പറഞ്ഞത്? അപ്പൊ ഈ മൊയ്ലിയര് നേരത്തെ നുണയല്ലേ പറഞ്ഞത്? മൻസൂർ മൊയ്ലിയരാക്കിയെന്ന്. ഇയാള് നിസാമിയാണ്. അയാളുടെ പേര് അലി എന്ന് മാത്രമല്ല അലി ഹസൻ എന്നും കൂടിയുണ്ട്. അപ്പം അതൊക്കെ മറ്റൊരു കാര്യമാണ്. മൂല്യന്മാരെ നിങ്ങളൊക്കെ ഫുള്ള് കേട്ടിട്ട് ഇതുപോലെയുള്ള നിങ്ങൾ സാധുക്കളായ ഏതെങ്കിലും ദായിമാരെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ തിരിച്ചു പറയാത്ത പോലെ അവിടുന്ന് നല്ല കട്ടക്ക് മറുപടി കിട്ടും. ഏത് രൂപത്തിൽ അങ്ങോട്ട് വരുന്നതെങ്കിൽ അത് അതേപോലെ ഒരു പൊടിക്ക് കയറ്റിയിട്ട് തരും നിങ്ങൾക്ക് പറയാം. അപ്പോൾ അലി ഹസൻ നിസാമി എന്ന് പറയുന്ന കിതാബ് ഓതി പഠിച്ച ഉസ്താദെ കറാമത്തിന്റെ മലയാളത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഡെഫിനിഷൻ എന്താണ്? അതായത് അസാധാരണ ഔലിയാക്കളിൽ നിന്ന് അസാധാരണമായി ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ കറാമത്ത് എന്ന് പറയും. നിർത്ത്, ഈ തലയഘട്ടം പറയട്ടെ. അതായത് ഔലിയാക്കളിൽ നിന്ന് അസാധാരണമായത് ഉണ്ടാവുന്നതാണോ കറാമത്ത് എന്ന് പറഞ്ഞാൽ?
അർത്ഥം വെക്കണം, കിതാബ് കൊണ്ടുവരണം, തിരിയുമെങ്കിൽ ആ പറ. ഇനി എന്താണ് ഞാൻ പറഞ്ഞത് എന്ന് അത് അതേപോലെ ഈ അലി ഹസൻ പറയുന്നുണ്ട്. ഈ മൊയിലേര് നുണ പറയാൻ വേണ്ടി മാത്രം വന്നിക്കാണ്. പറ ആ അലി ഹസൻ പറയട്ടെ. ഞാൻ ചോദിച്ചതിന് ഉസ്താദ് മറുപടി പറഞ്ഞില്ല. അതായത് കറാമത്ത് എന്ന അറബ് വാക്കിന് മലയാളത്തിൽ നൽകാവുന്ന ഏറ്റവും ആപ്റ്റായ ഡെഫിനിഷൻ എന്താണ്? ഒരു കഴിവ് നമ്മൾ പറയും അല്ലേ? കറാമത്തിന് കഴിവ് എന്ന് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഒന്ന് അർത്ഥം വെച്ചെന്നാണ്? നമ്മളിപ്പോ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ കറാമത്ത് ശരിക്കുള്ള പദം ഞാൻ പിന്നെ ആദരവ് ബഹുമാനം എന്നൊക്കെയാണ് പറയാ. എന്താണ് പറയാ? നേരത്തെ കഴിവ് എന്ന് പറഞ്ഞോ, പിന്നെ അത്ഭുതം എന്ന് പറഞ്ഞോ, ലാസ്റ്റ് ഇപ്പൊ എന്താ പറഞ്ഞ്? ആദരവ് ബഹുമാനം എന്നൊക്കെയാണ് പറയാന്ന്. ഈ ആദരവ് എന്ന് തന്നെയല്ലേ മൊയിലിയരെ തലയെക്കെട്ട ഞാനും പറഞ്ഞത് അല്ലേ? അതിന്റെ അപ്പുറം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നോണിയും പറഞ്ഞുകൊണ്ട് ഈ ആൾക്കാരെ പേപ്പിക്കാൻ വന്നിരിക്കണത്. കറാമത്തിന് ആദരവ് എന്നുള്ള ഒരർത്ഥം അത് തന്നെയാണ് ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടുള്ളത്, ഈ വോയിസിലും പറഞ്ഞിട്ടുള്ളത്, അതായത് ഫോൺ കോളിലും പറഞ്ഞിട്ടുള്ളത്, എൻ്റെ വീഡിയോകളിലും പറയാറുള്ളത്. അതല്ല നജ്ജ് തെളിയിക്കേ. എന്നെ വെല്ലുവിളിക്കണോ? എന്നെ മെല്ലെ വിളിച്ചാൽ മതി. മറ്റൊരു കാര്യം പാറാലിയസ മതി ഇത്രയുള്ള ഉസ്താദെ. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്താണ് കറാമത്ത് എന്നും എന്താണ് ജഹാലത്ത് എന്നും നമ്മൾ ഈ അലി എന്ന് പറയുന്ന ആള് അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞത് ഔലിയാക്കളിൽ നിന്നും അസാധാരണമായി ഉണ്ടാകുന്ന കാര്യം. അപ്പൻ്റെ മൊയിലേരെ ആ അലിയാസൻ തന്നെയല്ലേ അത് മലയാളത്തിലേക്ക് കറാമത്ത് എന്ന് പറയുന്ന ആ വാക്കിന് മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ ഏറ്റവും ആപ്റ്റായി കൊണ്ട് പറയാനുള്ള വാക്കെന്താന്ന് ചോദിച്ചപ്പോൾ 2 വാക്കുകളാണ് പറഞ്ഞത്. ഒന്നെന്താണ്? ആദരവ്. മറ്റോ ഒപ്പം പറഞ്ഞത് എന്താണ്? ബഹുമാനം. ഇതൊന്ന് കേട്ടോക്ക. ബഡ്സ് എടുക്ക്, ആദ്യം ക്ലീൻ ചെയ്യും, എന്നിട്ട് കേക്ക്. അർത്ഥം വെച്ചെന്നാണ്. നമ്മളിപ്പോ കറാമത്ത് എന്ന് പറഞ്ഞാൽ ആ കറാമത്ത് ശരിക്കുള്ള പദം ഞാൻ പിന്നെ ആദരവ് ബഹുമാനം എന്നൊക്കെയാണ് പറയാ. മനസ്സിലാവുണ്ടോ തലേക്കെട്ടന്മാരുടെ അവസ്ഥയൊക്കെ എന്താണെന്നുള്ളത് ഇവിടെ 1-2 ആളുകൾ, കാസിമിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ പറ എന്നാണ് അദ്ദേഹം ചുരുക്ക രൂപത്തിൽ എന്ത് ചെയ്ത് നിർവചിക്കുന്നത്. അതല്ല, മലയാളത്തിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് എന്താ പറഞ്ഞ്? കറാമത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ ആദരവ്. ഇതെന്താ പൊട്ടനാണോ? അല്ല, പൊട്ടന് തലയെ കെട്ടിയതാണത്. അതന്നെയല്ലേ അലിയാസിനും പറഞ്ഞത് പൊട്ട അല്ലേ? ആ പറ. എങ്ങനുണ്ട് മൻസൂറിന്റെ ഇൽമേ? എടാ മരപ്പൊട്ട എന്ന് പറയുന്ന മരമോയന്റെ വേട്ടവളിയാ. മാന്യമായിട്ട് സംസാരിക്കുക. എൻ്റെ തലയെക്കെട്ട് എനിക്ക് കയറൂല. അന്നെപ്പോലുള്ള 10 തലയെക്കെട്ടന്മാര് എൻ്റെ മുമ്പിൽ വന്നാലും ഇന്നെന്താ വിളിക്കണേ? ഡബിളാണ്. മരപ്പൊട്ടനല്ല, മരമോയന്റെ വേട്ടവളിയാ. മാന്യമായിട്ട് സംസാരിച്ച് പഠിക്കേ. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട കുട്ടികളുടെ രക്ഷിതാക്കൾ തിരിച്ചറിയട്ടെ. ഇതുപോലെയുള്ള ജാഹിലീങ്ങൾ ഇങ്ങോട്ട് വന്നാലേ അങ്ങോട്ട് കിട്ടുള്ളൂ. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ്. ഇങ്ങോട്ട് എന്ത് വന്നാലും നല്ലത് വന്നാൽ നല്ലത് തരും. ഇതുപോലെ പൊട്ടനും പട്ടനൊക്കെ വിളിച്ചാലേ ഇജ്ജിന് കയറൂല. അത്രേ ഉള്ളൂ. ആ പറ. മണ്ണാർക്കാട് സമസ്തയുടെ എത്ര മദ്രസകളുണ്ട്? ഉണ്ടായിട്ട് എന്ത് കാര്യം? അവിടെ പഠിച്ചു തന്നെയാണ് ഞാൻ. എന്നിട്ട് പിന്നെ ദീന് പുറത്തുനിന്ന് പഠിക്കേണ്ടി വന്നു. അതൊക്കെ വിട്, അതൊക്കെ മറ്റൊരു തലത്തിലാണ് പോവുക. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു അലിഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് വിളിക്കുന്നു. ആ വിളിച്ച വ്യക്തി എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലുള്ളത് അയാൾ കാണിച്ച വീഡിയോനെ കാണിക്കുന്നത്. അത് നമ്മൾ വെട്ട് ചുരുക്കൊന്നും ചെയ്തിട്ടില്ല. അയാളുടെ ചാനലിൽ കാണിച്ച എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചാണ്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അയാളുടെ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതുപോലെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് കറാമത്ത് എന്ന പേരിലാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പം ഞാൻ അവിടെ ചോദിക്കുന്നുണ്ട്, കറാമത്ത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്, ആ ഒരു കാര്യം അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കറാമത്തല്ല അത്, അല്ലേ? ഔലിയാക്കൾക്ക് അള്ളാഹു നൽകുന്ന ആദരവാണ്. അത് തന്നെയാണ് കറാമത്ത്. അത് ഖുർആനിൽ പരാമർശിച്ചതുണ്ട്, ഹദീസിൽ പരാമർശിച്ചതും ഉണ്ട്. ഇതേ നമുക്ക് അറിയുള്ളൂ. അല്ലാതെ സംഭവിക്കുന്നുണ്ടായേക്കാം. ഒരു വലിയന് ഒരു കറാമത്ത് അള്ളാഹു ഒരു ആദരവ് നൽകിയെങ്കിൽ അത് എങ്ങനെയാണ് ഇവിടെയുള്ള ഈ തലയെക്കെട്ടന്മാർ മനസ്സിലാക്കുക? നൽകിയിരിക്കണ അള്ളയാണ്. അള്ളാഹുവിൽ നിന്നുള്ള കാര്യങ്ങൾ അറിയൽ നിന്നിട്ടുണ്ട്. വഹിയ് നിലച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വഹിയ് നിലച്ചു പോയിട്ടുണ്ട്. ഇനി ഒരാളെ ഔലിയായിട്ട് അള്ളാഹ് തീരുമാനിച്ചാലോ അല്ലെങ്കിൽ അംഗീകരിച്ചാലോ അല്ലെങ്കിൽ ആ വലിയന് അള്ളാഹു ഒരു കറാമത്ത് നൽകിയാലോ അതെങ്ങനെയാണ് ഇവിടെയുള്ള ഈ ജാഹിലീങ്ങൾക്ക് മനസ്സിലാവുക? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാണോ എന്നുള്ളത്
ഉറപ്പില്ല എന്നുള്ള ആ ഒരു കാര്യം പേരോടക്കം ഇവിടെ പറഞ്ഞു. കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഫോട്ടോ ഇല്ല, കണ്ട ആളുകളും ഇല്ല, പിന്നെ എങ്ങനെ അത് റസൂലുള്ളാഹി? അപ്പോൾ പറയാ ഇബ്ലീസിന് റസൂലുള്ളാഹിന്റെ കോലത്തിൽ വരാൻ പറ്റൂലെന്ന്. വരാൻ പറ്റൂല. റസൂലുള്ളാഹിന്റെ രൂപത്തിൽ ഇബ്ലീസിന് വരാൻ പറ്റൂല. അങ്ങനെ ഒരു ഹദീസ് ഉണ്ട്. എന്നാൽ അയ്മാക്കാന്റെ ഒരു 100-150 കൊല്ലം മുമ്പ് മരിച്ച ഒരു അയ്മാക്കാന്റെ രൂപത്തിൽ വന്നൂടെ? എന്നിട്ട് അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണോ? അപ്പോൾ ആ ഒരു കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവരുടെ അവസ്ഥ ഇതൊക്കെയാണ്. അള്ളാഹു വഹിയിലൂടെ കാര്യങ്ങൾ അറിയിക്കൽ നിലച്ചു പോയിട്ടുണ്ട്, അത് അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, ഇവരുടെ ഔലിയാക്കന്മാർ എന്ന് പറയുന്ന കോച്ചറായികളുടെ കഥയല്ലേ ഇപ്പോൾ ഈ പറയണത്. ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു കോച്ചറായുടെ കഥ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് ഏതോവരുടെ ഒരു ഔലിയക്കാക്ക, ആ ഔലിയക്കാക്ക കള്ള് കച്ചവടക്കാരന് ബർക്കത്തുണ്ടാകാൻ എഴുതി കൊടുത്ത ഉറുക്കും ഏലസും ആയത്തൊക്കെ നിങ്ങളൊന്ന് കേട്ടോക്കും. എന്നിട്ട് ഇതുപോലെ ന്യായീകരിക്കാൻ പള്ളമക്കാലും വിറ്റ് ചെയ്ത് നടക്കണം മൊയ്ലിയാക്കന്മാരെ ഇങ്ങോട്ട് പൊട്ടാന്ന് വിളിച്ചാൽ വട്ടാന്നും മരപ്പൊട്ടാന്നൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ മൊയ്ലിയാക്കന്മാരോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ മദ്രസ പൊട്ടന്മാരെ വിളിക്കുന്നത് ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് വിളിച്ചാൽ തിരിച്ചു വിളിക്കും. അത് ഏത് വലിയ സുജായി ആണെങ്കിലും ഉള്ള ഇങ്ങോട്ട് എന്തേ വിളിച്ച് ഡബിളാക്കിയിട്ട് തിരിച്ചു വിളിക്കും. അപ്പം എന്നെ കൊണ്ട് അത് വിളിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ആരെയും പൊട്ടനും ആക്കാൻ നടക്കണില്ല. ഇൻഷാ അല്ലാഹ് മൊയ്ലിയാക്കന്മാർ കുട്ടികളെ പഠിപ്പിക്കുന്ന പള്ളിക്ക് ഇമാമത്തൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികൾ നിങ്ങളെ വട്ടാ പൊട്ടാന്നൊക്കെ വിളിക്കുന്നത് കേൾക്കും. കാരണം നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടുക. നിങ്ങൾ നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞോളിയും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ കുറേ എണ്ണം പറഞ്ഞു പോകാറുണ്ട്. എന്നാൽ പച്ചക്ക് കളവ് പറഞ്ഞ 2 കളവുകളാണ് പറഞ്ഞത്. ഒന്ന്, അലി ഹസൻ നിസാമി എന്നുള്ളത് ഞാൻ പലതവണ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതേന്ന് പറഞ്ഞു, ട്രൂ കോളറിൽ കാണിച്ചതാണ്. അതിനുശേഷം അലി ഹസൻ നിസാമി ഉസ്താദി എന്ന് വിളിച്ചപ്പോൾ അയാൾ തിരുത്തിയിട്ടില്ല. അത് അയാളുമായിട്ട് നിങ്ങൾ തീരുമാനമാക്കുക. മൻസൂർ മണ്ണാർക്കാടല്ല, അയാളുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചത് എന്താണോ അത് എൻ്റെ ഫോണിൽ കാണും, അത്രേ ഉള്ളൂ. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഈ ആദരവ് എന്നുള്ള കാര്യം. ഞാൻ ആദരവ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്തോ പൊട്ടനെന്തോ കണ്ടമാതിരി, പൊട്ടൻ എന്തോ ഒരു ഇത് കണ്ട പോലെ, ഇവിടെ നിങ്ങളവിടെയൊക്കെ എന്താണെന്നറിയില്ല, ഇവിടെ ഒരു തെറിയാണത്. പൊട്ടന് മറ്റേ എന്തോ ഒരു സാധനം കണ്ട പോലെ ഇയാൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വല്ല കുണുങ്ങി ചിരിക്കണമൊക്കെ ഉണ്ടല്ലോ. അത് തന്നെയല്ലേ ഈ നിസാമിയോടെ പറഞ്ഞതും അല്ലേ? അത് തന്നെയാണ് ആദരവ്, ബഹുമാനം എന്നുള്ള പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ബഹുമാനം എന്ന് കൂട്ടിയില്ല എന്നുള്ളതാണോ? അള്ളാഹു ബഹുമാനിക്കുക എന്നുള്ളതിനേക്കാൾ അള്ളാഹു അവർക്കൊരു ആദരവ് നൽകുക അവരുടെ തർബീയത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്, അതിൽ യാതൊരു സംശയമല്ല. ഇനി അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോയി പഠിക്കാൻ നോക്കും മൊയ്ലിയരെ. കുറേ കിതാബുകൾ തലക്കും മേലെ ഏറ്റു നടന്നിട്ട് കാര്യമില്ല, അത് പഠിക്കും കൂടി വേണം. അത് യഥാർത്ഥ സ്രോതസ്സിൽ നിന്നുള്ള കിതാബുകളാവുകയും വേണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഒരു കറാമത്ത്, ഏത് കള്ള് കച്ചവടത്തിന് ബർക്കത്തുണ്ടാക്കാൻ ഔലിയാക്കാക്ക പറഞ്ഞു കൊടുത്തൊന്ന് കേട്ടോക്കി നിങ്ങൾ. ഇതൊക്കെ ലബ്ബരുടെ കറാമത്തുകൾ. ഷാഹ് അബ്ദുൽ ഖാദിർ ദഹ്ലവി തങ്ങളുടെ അരികിൽ ഒരു കള്ള് കച്ചവടം ചെയ്യുന്ന ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് മൂപ്പരോട് പറഞ്ഞു, തങ്ങളെ കച്ചവടം തീരെയില്ല, അതുകൊണ്ട് തങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടി ഒരു ഇത് ചെയ്തു തരണമെന്ന്. താങ്കൾ ചോദിച്ചു, എന്താണ് നിന്റെ കച്ചവടം? എനിക്ക് കള്ള് വെക്കലാണ് കച്ചവടം. ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ ഖാദിർ ദഹ്ലവി തങ്ങൾ അവരോട് പറഞ്ഞു, ഒരു കടലാസ് കൊണ്ടുവന്നു. ആ കടലാസിൽ എന്തോ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്റെ കള്ള് വെക്കുന്ന കടയിൽ ഒരു പ്രധാന സ്ഥലത്ത് വെച്ചോ, ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് തിരിച്ചു കൊണ്ടുവരണം, എനിക്ക് തരണം. അങ്ങനെ ആ കടലാസ് കൊടുത്തു. ശിഷ്യന്മാരൊക്കെ അത്ഭുതപ്പെട്ടു, എന്താ ഒപ്പര ചെയ്യുന്നത്? കള്ള് കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് എഴുതി കൊടുക്കുകയാണ് കച്ചവടം നല്ലോണം ഉണ്ടാകാൻ വേണ്ടി. ഔലിയാക്കന്മാരെ അറിയാത്തവർ എന്തൊക്കെയോ പറയും. നിങ്ങൾ ആദ്യം ഔലിയാക്കന്മാരെ പഠിക്ക്. അള്ളാനെ പഠിക്കുന്നതിനേക്കാളും ഏറെ ബുദ്ധിമുട്ടാണ് ഔലിയാക്കളെ പഠിക്കലെന്ന് ആരിഫ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊരു വലിയ ലോകാണത്. അത് നമ്മൾ വരച്ച വരയ നിൽക്കുന്ന വിഷയമല്ലാതെ എത്ര ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറയട്ടെ, ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ ഖാദിർ ദഹ്ലവി റഹിമഹുല്ലാഹ് ബഹുമാനപ്പെട്ടവർ കടലാസ് എഴുതി കൊടുത്തു. ആ കടലാസം കൊണ്ട് പെണ്ണുങ്ങൾ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കടലാസുമായിട്ട്. താങ്കൾ ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? തങ്ങളെ ഭയങ്കര കച്ചവടം. ആ കടലാസ് ഇതാ, എനിക്ക് കടലാസ് ആവശ്യമില്ല, കടലാസ് എടുത്ത് വാങ്ങിച്ചു. ഈ പെണ്ണുങ്ങൾ തങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ 4 പാക്കറ്റ് പലഹാരവുമായിട്ട് വന്നിട്ടുണ്ട്, മുട്ടായി മറ്റായി. തങ്ങൾ ഒരാളിൽ നിന്നും പാരിതോഷികം സ്വീകരിക്കലില്ല. ഈ പെണ്ണുങ്ങളുടെ 4 പാക്കറ്റ് സ്വീകരിച്ചത് അവിടെ വെച്ചു ഉപയോഗിച്ചിട്ടൊന്നുമില്ല. എന്നാൽ എന്തായിരുന്നു ആ കടലാസിൽ എഴുതിയിരുന്നത്? ആ കടലാസിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ദഹ്ലി കെ ബംഗ് പീനെ വാലെ തുമാര ബംഗ് പീന മുഖദ്ദർ. ഡൽഹിയിൽ ആരൊക്കെ കള്ളു കുടിക്കുമോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കണക്കാക്കിയതാണ്. അവർ കരോ ഇസ്കി ദുകാൻ പർ പീലിയാ കരോ. മറ്റ് കടകളിൽ നിന്നും കള്ളു കുടിക്കുന്നില്ലെങ്കിൽ ഇസ്കി ദുകാൻ പർ പീലിയാ കരോ. നമ്മുടെ അടുത്ത് വന്ന ആ പെണ്ണിന്റെ അടുത്ത് ഷാപ്പിൽ നിന്ന് കുടിച്ചോട്ടെ. ഡൽഹിയിൽ ആരൊക്കെ കള്ളു കുടിക്കും? ദഹ്ലിക്ക് പങ്ക് പീനെ വാലെ ആരൊക്കെ കള്ളു കുടിക്കും? തുമാര പങ്ക് പീന മുഖദ്ദർ. അത് നേരത്തെ തന്നെ കണക്കാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മറ്റെവിടെ നിന്നെങ്കിലും കള്ളു കുടിക്കുന്നില്ല എങ്കിൽ ഈ പെണ്ണിന്റെ കടയിൽ വന്നിട്ട് കള്ളു കുടിച്ചോട്ടെ, ഇതായി എഴുതിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കച്ചവടം ഭയങ്കര
ഭയങ്കര കച്ചവടം കിട്ടിയ ഈ കൊണ്ടുവന്ന 4 പാക്കറ്റ് മുട്ടായി മുപ്പത് അവിടെ വെച്ചു, ഉപയോഗിക്കുന്നില്ല. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ 4 ജ്യോത്സ്യന്മാർ ബഹുമാനപ്പെട്ട ഷാഹ് അബ്ദുൽ ഖാദിർ ദഹ്ലവി തങ്ങളോട് വന്നിട്ട് എന്തോ കാര്യങ്ങൾ സംസാരിച്ച് പോകുമ്പോൾ ഈ മുട്ടായിന്റെ പാക്കറ്റ് അവർക്ക് കൊടുത്തു, 4 ആൾക്കാർ ഒരു പാക്കറ്റ്. എന്നിട്ട് മുപ്പര് പറയുകയും ചെയ്തു ഹബീസാത്തിൽ ഹബീസിനാണ്. അപ്പൊ ആ ഷെയ്ഖ് ഒരു പേപ്പർ എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, കള്ളുഷാപ്പിന്റെ മേലെ അവിടെ വെച്ചോ, ആ തിണ്ടിന്റെ മേലെ അവിടെ വെച്ചോ, ഇൻഷാ അല്ലാഹ് ഫലം ഉണ്ടാവും. ആര്? ഒരു വലിയ. എന്നിട്ട് ഈ സ്ത്രീ അവിടെ ചെന്ന് ഈ കടലാസ് അവിടെ എഴുതി വെച്ചു. പിറ്റേന്നത്തെ ആഴ്ച പാരിതോഷികവുമായി ഈ വലിയന്റെ അടുത്തേക്ക് ഈ സ്ത്രീ ചെല്ലുക. എന്നിട്ട് ഈ വലിയ സ്ത്രീനോട് ചോദിക്കണം, ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ അവര് പറയാണ്, കസ്റ്റമർ ഇങ്ങോട്ട് കൂടിയിട്ട് കള്ളിളുമ്പോ നേരം കിട്ടുന്നില്ല. ആരെ കറാമത്തുണ്ട്? ഔല്യന്റെ കറാമത്തുണ്ട്, ഒരു വലിയന്റെ കറാമത്തുണ്ട്. ഇതാരാ പ്രസംഗിച്ച്? EK സുന്നികളുടെ അല്ലെ, EK സുന്നികളുടെ അബ്ദുസ്സലാം ദാരിമി, ഞാൻ നേരത്തെ പറഞ്ഞ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ചു, ഒരു വലിയന്റെ കറാമത്ത് എന്താണ്? ഒരു നാട്ടിൽ 1000 ആളുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, 100 ആളെ അവിടെ കള്ളു കുടിച്ചിരുന്നുള്ളൂ. 100 ആളെ അവിടെ കള്ളുടിച്ച്. ഈ വലിയന്റെ അടുത്ത് ഈ പെണ്ണ് പോയപ്പോ 900 ആളും കള്ളുടിയന്മാരായി. എങ്ങനെയുണ്ട്? എന്തൊരു ഇസ്ലാമാണല്ലേ അത്? നിങ്ങളുടെ ഉസ്താദ് പ്രസംഗിച്ചാണ്. നിങ്ങൾ ഔലിയാന്റെ കറാമത്ത് എന്താണ്? കള്ള് ഷാപ്പിൽ ആളുകളെ വർദ്ധിപ്പിച്ചു കൊടുക്കുക, തെമ്മാടിത്തത്തിന് കൂട്ടിക്കുക, നിസ്കാരം അള്ളാന്റെ പേരിൽ അല്ലാതെ നിർവഹിക്കുക. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട് ആത്മാർത്ഥമായി, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേട്ടുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ഈ മതം ഏതാണ്? ഈ ദർശനം ഏതാണ്? ഈ സിദ്ധാന്തം ഏതാണ്? الذين آمنوا وكانوا يتقون ألا إن أولياء الله لا خوف عليهم ولا هم يحزنون الذين آمنوا وكانوا يتقون. 10-ാം അധ്യായം 61-62 വചന. ആരാ ഔലിയാക്കള്? അള്ളാനെ ഏറ്റവും സൂക്ഷിക്കുന്ന ആളുകൾ. മദ്യപിക്കരുതേ എന്നാ ഖുർആൻ പഠിപ്പിച്ചേ, വ്യഭിചരിക്കരുതേ എന്നാ ഖുർആൻ പഠിപ്പിച്ച്. ഔലിയാക്കളോ അതൊക്കെ ചെയ്യുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഖേദകരമാണ്. ഇതാണോ കറാമത്ത്? ഇതാണോ വലിയ? നിങ്ങൾ ചിന്തിക്കൂ, ഇങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിനുണ്ടോ? മദ്യമുക്തമായ ഒരു ലോകത്തെ സൃഷ്ടിച്ചു പ്രവാചകൻ. ഇവിടെ ഒരു വലിയോ കൂടുതൽ ആളുകൾ മദ്യപിക്കുന്ന അത്ഭുതം ഉണ്ടാക്കുക ചെയ്യണത്. കാനായിലെ കല്യാണ വിരുന്നിൽ യേശുദേവൻ പച്ചവെള്ളം മദ്യമാക്കി എന്ന് പറയുന്നത് ലോക ക്രിസ്ത്യാനികളോട് നമ്മൾ വിമർശനായിട്ട് പറയുന്നതാണ്. തിരിച്ചുപ്പോ അവർ പറയുന്നതോ, ഡൽഹിയിലെ വലിയ 1000കണക്കിന് ആളുകളെ മദ്യപിക്കുന്നവരാക്കിയില്ലേ, ഈ കറാമത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് സബാസ്റ്റ്യൻ പുന്നക്കൽ ക്ലിപ്പിട്ട് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കേണ്ട ഒരു ഘട്ടം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പറയൂ, യുക്തിവാദികൾ നിങ്ങളുടെ ക്ലിപ്പിടുന്നു. നിങ്ങൾ പറയൂ, ഈ മതപ്രബോധനം എന്താണ്? നിങ്ങൾ ഈ നിർവഹിക്കുന്ന മതപ്രബോധനം എന്താണ്? ലിയാഖത്ത് അലി ക്ലിപ്പിടുന്നു, ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദി ക്ലിപ്പിടുന്നു. അവർ പ്രസംഗിക്കുന്നു, ഇതാ കള്ളിഷാപ്പിൽ ആളെ വർദ്ധിപ്പിക്കുന്ന കറാമത്ത്. പിന്നെന്തിന് നിങ്ങൾ മദ്യത്തിനെതിരെ പറയണം? ഇത് അബ്ദുസ്സലാം ദാരിമി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ എന്ത് നടപടിയെടുത്തു? കാസർഗോഡ് ജില്ലയിലെ വലിയൊരു പള്ളിയിലെ ഖാദിയാണ് അയാൾ. ജിബ്രി മുത്തുക്കോയ തങ്ങളുടെ അനുയായിയാണ് അയാൾ. ആ കൂട്ടത്തിലെ പണ്ഡിതനാണ് അയാൾ. ഞാൻ പറയുന്നത്, എന്തോര അബദ്ധമാണ് നമ്മുടെ വിശ്വാസത്തിലും സംസ്കാരത്തിലും ആചാരത്തിലും ഉള്ളത്.